പിതാക്കളെയും നിന്നനുഗ്രഹത്തിൽ നിറച്ചിടണമേ. ദൈവമേ, ഞാൻ നിൻ സവിധി പൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ കൂടണമേ, കൃപയിൽ കൂടണമേ. അത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവരൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് ബുദ്ധി, പ്രത്യേകിച്ച് ഈ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ സർവ്വസാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയും പ്രത്യേകിച്ച് നാക് അക്രഡിറ്റേഷൻ സമയത്ത് ക്രൈറ്റീരിയ 1 ആയിരുന്നു ടീച്ചർ കൈകാര്യം ചെയ്തത്. എൻ്റെ ഓർമ്മ ക്രൈറ്റീരിയ 1 ഏറ്റവും കരിക്കുലർ ആസ്പെക്ട് ഏറ്റവും പ്രധാനമായ ഒരു മേഖലയാണ്. അതിൽ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് ഇന്നോവേറ്റീവായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ടെക്നിക്കൽ നോളജ് എനിക്കില്ല സാറേ, അതുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനോ കോപ്പി ചെയ്യാനോ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രാഗൽഭ്യമില്ല. അതിന് സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ഡോക്ടർ നിഷയൊക്കെയാണ് കൂടെ നിന്ന് മുഴുവൻ സമയം കാര്യം ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും മുഴുവൻ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി നല്ല രീതിയിൽ ചെയ്യാൻ ടീച്ചർ എന്നും ശ്രദ്ധാലുവായിരുന്നു. ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ സർവകലാശാലത്തിൽ ഡോക്ടർ ബീന അപ്പോഴും ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു, PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിരുന്നു. അതുപോലെ ടീച്ചറും വാല്യുവേഷൻ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കോളേജിനും യൂണിവേഴ്സിറ്റിയും ഒക്കെ നല്ല രീതിയിലുള്ള സംഭാവന നൽകിയ വ്യക്തിത്വമാണ്. പ്രൊഫസർ ഡോണ ടീച്ചറിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജ് ഈ ഒരു ഗ്രാമീണ തനിമ, ഞാൻ ഈ ഗ്രാമീണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ടൗണിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു കപടതയുണ്ട്, പട്ടണത്തിന് അതിനൊരു കപടതയുണ്ട്, ഗ്രാമത്തിന് കപടതയില്ല. അതാണ് ഗ്രാമീണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വികസനമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, നമ്മളിലുള്ള നന്മയെ നിലനിർത്താൻ എന്നുള്ള അർത്ഥത്തിലാണ്. ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാൽ അത് പറ്റത്തില്ല. കാരണം അവിടെ കുറേ കാപട്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം കപടമില്ലാതെ ഇവിടെ നിന്ന് കരുത്താർജിച്ചാൽ ടൗണിൽ നമുക്ക് ജീവിക്കാം. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you, sir, for receiving our heartfelt appreciation and respect. As a whole, to kindly step forward to accept the Ponnada and memento as a token of our affection and gratitude. I invite our principal, Professor Dr. Girish Kumar GS, to honor our Donna Ma'am with Ponnada. Now I invite our manager, Bishop Right Reverend V.S. Francis Tirumeni, to hand over the memento to Donna Ma'am. Manager, Bishop Right Reverend V.S. Francis Tirumeni, to hand over the memento to Veena Ma'am. May I now request Ms. Donna Sebastian, Head of the Department of English, whose commitment to education.
ഇന്നത്തെ മലയാളം രൂപപ്പെടുത്തൽ വൻ സ്വാധീനം പാതിരി മലയാളത്തിനോട് ആദ്യം നമ്മൾ നികൃഷ്ടമെന്ന് വിചാരിച്ച് എന്ന് വിളിച്ചിരുന്ന ഇകഴ്ത്തിയിരുന്ന പാതിരി മലയാളത്തിൽ നിന്നാണ് ഇന്നത്തെ മലയാള ഗദ്യം ഒരു ഭാഗികമായെങ്കിലും ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഭാഷകൾ വരുന്നത്? എവിടെയാണ് അതിൻ്റെ കേന്ദ്രങ്ങൾ? നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ, കോട്ടയം, രാമപുരം, അല്ലെങ്കിൽ പള്ളുരുത്തിയം, കേരളത്തെ ഇവിടെ നിന്നൊക്കെയാണ് ആധുനിക മലയാളം. നമ്മളത് വടക്കര സമ്മതിച്ചല്ല. തൃശ്ശൂരുകാരും തൃശ്ശൂരിന് വടക്കോട്ടുള്ളവർ പറയുന്നത് ഭാഷ ഞങ്ങൾ രൂപീകരിച്ചാൽ നിങ്ങളെന്താ, നിങ്ങളുടെയാണോ ഭാഷ? അല്ല, കോട്ടയം, രാമപുരം ഒക്കെ ആയിട്ട് വികസിച്ച് വന്ന ഭാഷയാണ് നമ്മുടെ മലയാളം എന്നുള്ളത്. നമ്മൾ കൈയടിക്കുവിൻ മക്കളെ. ഇത് നമ്മുടെ ഭാഷയാണ്. നമ്മൾ ഈ കോട്ടയം രാമപുരത്തുകാരുടെ ഭാഷയാണ് പിന്നീട് ഗദ്യസാഹിത്യത്തിൽ വികസിച്ച് വന്നെന്നുള്ളതാണ് സത്യം. CMS പ്രസ്ഥാനം, ബെയ്ലി ബേക്കർ, പിറ്റ് എന്നിവരിലൊക്കെ മലയാളം എന്ന വ്യാപകമാക്കി. ഹെൻറി ബേക്കർ അത് ഉറപ്പിച്ചെടുത്ത്. ഇവിടെയാണ് CMS പ്രസ്ഥാനത്തിൻ്റെ കാതൽ, ഇവിടെയാണ് അതിൻ്റെ സാങ്കത്യം. ചരിത്രം നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു അവസരമാണ്. യെസ്, ഓക്കെ. ഇതിൻ്റെ കൗതുകം, മലയാളം വ്യവഹാര ഭാഷയെ ഉറപ്പിച്ചെടുത്തത് മലയാളിയല്ല എന്നുള്ളത് മിഷനറിമാരാണ്. അവർ മലയാളികളായിരുന്നില്ല. മലയാളം എന്നുള്ള വാക്കുറപ്പിച്ചെടുത്ത് ഒന്നെങ്കിൽ ഹെർമൻ ഗുട്ടറാണ്, അല്ലെങ്കിൽ ഹെൻറി ബേക്കറാണ്. നമ്മളല്ല എന്നുള്ളത് ഓർക്കുക. നമ്മുടെ ഭാഷയാണോ മലയാളം? നമ്മുടെ ഭാഷയാണ് മലയാളം. പക്ഷേ ഇവരാണ് ഇത് നമ്മുടെ ഭാഷയാക്കി മാറ്റിയെന്നുള്ളത് വിസ്മയകരമാണ്. അത് ഓർക്കാനുള്ളൊരു വേളയാണ് ഇത്. താങ്ക് യു. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയമുണ്ടോ എന്നറിയാൻ വയ്യ. നമ്മുടെ പ്രിൻസിപ്പൽ സാർ തീരുമാനിക്കുന്നതാണ് സമയമുണ്ടോ എന്നുള്ളത്. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ മൈക്ക്. മലയാളം എന്ന് പേരിട്ടതല്ല, അതിനെ മലയാളം എന്ന് വിളിക്കണമെന്ന് എന്നും ശഠിച്ചിരുന്ന ആളായിരുന്നു ഹെൻറി ബേക്കർ സീനിയർ. അന്ന് വരെ ഭാഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മലയാളം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും കണക്ക് ഭാഷ എന്നാണ് പറഞ്ഞിരുന്നത്, മലയാളം എന്നല്ല. മലയാളം എന്നുള്ള വാക്ക് പാഠ്യപദ്ധതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. ഭാഷ എന്നാണ് മലയാളത്തിന് പറയാറ്. ഏത് ഭാഷ? ഇന്ന് നിങ്ങൾക്കറിയാം ഭാഷ എന്ന് വെച്ചാൽ അതും ലാംഗ്വേജാണ്. നിങ്ങൾ പറയും ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട്, ഇന്ത്യ ഹാസ് സോ മെനി ലാംഗ്വേജസ്. പക്ഷേ നമ്മൾ മലയാളികൾ ഭാഷ എന്ന് വിവക്ഷിച്ചിരുന്നത് മലയാളത്തിനെയായിരുന്നു. അതിനെ മാറ്റി മലയാളത്തിൻ്റെ ഈ പേര് നിജപ്പെടുത്തിയത് സാക്ഷാൽ ഹെൻറി ബേക്കർ സീനിയർ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര നിയോഗം. അതാണ് സത്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പര്യാലോചിക്കാൻ പോകുന്നത്. മലയാളം എന്ന ഭാഷയും മിഷനറിമാരും ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന മലയാളം ഇവരുടെ സംഭാവന കൂടിയാണ്. മലയാളികളല്ലാത്തവരുടെ സംഭാവന കൂടിയാണ്. കേരളത്തിൽ ജനിച്ചിട്ടേ ഇല്ലാത്തവരുടെ സംഭാവന കൂടിയാണ് ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന മലയാള ഭാഷ എന്നുള്ളത്. അത്യത്ഭുതകരമാണ്. വേറൊരു നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് അതിൽ വ്യുൽപ്പത്തി നേടി അതിനെ മാറ്റിമറിച്ചതിന് പുതുമ നൽകിയ മഹാരഥന്മാർ, അവരുടെ വീക്ഷണം, ഇതെല്ലാവരും വീക്ഷണം, അല്ലെങ്കിൽ അത് ഡിസ്റ്റന്റ് തിങ്കിങ്, അങ്ങനെയാണ് നമ്മൾക്ക് ഇന്നത്തെ മലയാളം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളം നമ്മൾക്കറിയാവുന്ന ഒരു പ്രധാന പാട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന മലയാളം പാട്ടാണ്. പക്ഷേ എഴുതിയത് സമയമായ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അത് സിനിമയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാവോ? സമയത്തിൽ യെസ്, ഹലോ, യെസ്, എൻ സ്വദേശം. അതാണ് സ്പിരിറ്റ്. യെസ്, ഇത് മലയാളി എഴുതിയതല്ല, അറിയാമോ? ഒരു ജർമ്മൻ മിഷണറി എഴുതിയതാണ്. വിചാരിക്കാൻ വയ്യ. പലരും വിചാരിക്കുന്നത് ഇത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ദേവരാജൻ ഒന്നാന്തരമായ സംഗീതം കൊടുത്തിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് ഇത് വയലാർ എഴുതിയതാണ്. സിനിമയ്ക്കതല്ല. ബിഷപ്പ് നേഗൽ 1893 എഴുതിയ ഒരു കീർത്തനമാണ് ഇത്. സിനിമയിൽ സ്വല്പം ഒരു വിഷാദ ഛവി കലർത്തിയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പ്രാർത്ഥനാ ഗീതമാണ്. പണ്ട് കാലത്ത് ഞാനിപ്പോൾ കുട്ടികളായിരുന്നപ്പോൾ പള്ളിയിൽ നിന്ന് കേട്ടിരുന്ന മറ്റൊരു പാട്ടുണ്ടായിരുന്നു. മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. നാഥൻ കവിതയാണ്. അത് ഒരു മലയാളി എഴുതിയതല്ല.
മലയാളം പഠിച്ച മിഷണറിമാർ എഴുതിയ പാട്ടുകളാണ്. അത് AP കോമള പാടിയ കാലത്ത് ഒരുപാട് വിറ്റുപോയതുമാണ്. ഇത് 2 പാട്ടുകളും നമുക്കറിയാം. സമയമാനസത്തിൽ നമ്മൾ അരിഞ്ഞു ചേർന്നൊരു പാട്ടാണ്. അവിടെയാണ് മിഷണറിമാരുടെ മലയാളത്തിനോടുള്ള സ്നേഹാദരവ്, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള സമർപ്പണം നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ബേക്കർ കുടുംബം, അവർ നമ്മുടെ ചെറിയ ഞാനിവിടെ ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹെൻറി ബേക്കറിൻ്റെ കുടുംബം, ഭാര്യ ഇസബൽ അമേലിയ ബേക്കർ, ഒപ്പമുണ്ട് കോട്ടയത്ത് വിദ്യാഭ്യാസം നൽകിയ സംഭാവനകളാണ് ചരിത്ര പ്രസിദ്ധം. നിങ്ങൾ പുറകിലിരിക്കുന്നവർക്ക് ഇത് കാണാമോ? കാണാൻ വയ്യ, സോറി, നിങ്ങൾ സ്വല്പം ഒന്ന് പൊങ്ങി നോക്കേണ്ടി വരും എന്നുള്ളതാണ്. യെസ്, സോറി അബൌട്ട് ദാറ്റ്. അച്ചടിയും അപ്പം മിഷണറിമാരാണ് ഈ ഗദ്യം നമുക്ക് സംഭാവന ചെയ്തത്. അച്ചടിയും പാഠപുസ്തകങ്ങളും 1921 കോട്ടയത്തെ CMS അച്ചടിശാല സ്ഥാപിച്ചതോടെ മലയാളത്തിൽ ഗദ്യകൃതികളുടെ പ്രവാഹം ആരംഭിച്ചു. മലയാളത്തിൽ അന്ന് വരെ ഗദ്യം, പ്രോസ് അച്ചടിക്കപ്പെടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കവിതകൾ, പദ്യങ്ങൾ, ശ്ലോകങ്ങൾ, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ പാട്ട് രീതിയിലുള്ളത് മാത്രം നമുക്ക് ലഭിച്ചിരുന്നിടത്താണ് വൻ മാറ്റത്തോടെ ഇങ്ങനെയൊരു വിപ്ലവം വന്ന് ഭവിച്ചു എന്നുള്ളതാണ് സത്യം. ബേക്കറും സഹപ്രവർത്തകരും ചേർന്ന പാഠപുസ്തകങ്ങൾ, മതപരമായ ഗ്രന്ഥങ്ങൾ എന്നിവ ലളിതമായ ഗദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഗദ്യരൂപത്തിൽ എന്നുള്ളതിനൊരു അടിവരയിടേണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങളാണ് ഇവർ നടത്തിയത്. കോട്ടയം പഴയ സെമിനാറിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കും, കുട്ടികൾക്ക് വായിക്കാൻ പാകത്തിലുള്ള ഗദ്യശൈലി വികസിപ്പിക്കുകയുമായിരുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മലയാളത്തിൽ നിന്നുള്ള ഗദ്യ കോളേജിന് വേണ്ടി ജീവിതം സമർപ്പിച്ച 2 പേരാണ് ഇന്ന് ഇവിടെ വാങ്ങുന്നത്. ഡോക്ടർ ബീന പോൾ, പിന്നെ മിസ് ഡോണ സെബാസ്റ്റ്യൻ, 2 പേരാണ്. അപ്പോൾ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതൊരു മഹാകാര്യമാണ്. അപ്പോൾ അവർ മിക്കവാറും അവരുടെ ജീവിത സാഫല്യം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോവുകയാണെങ്കിലും തീർച്ചയായും അവർ ഈ സൊസൈറ്റിയിൽ ഇവിടെ തന്നെ സമൂഹത്തിന് അവരുടെ വിലയേറിയ സംഭാവനകൾ നൽകും എന്ന് നമുക്ക് തീർച്ചയാക്കാവുന്നതാണ്. അവർ ഇവിടെ വിട്ടു പോകുന്നു, ഈ കോളേജ് വിട്ടു പോകുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് വിട പറയുകയാണ് നമ്മൾ. ഇതിന് ശേഷം ഡോക്ടർ ബീന പോൾ ആൻഡ് മിസ് ഡോണ സെബാസ്റ്റ്യൻ, എൻ്റെ പ്രത്യേക ആദരവുകൾ. അപ്പോൾ അധികം താമസിയാതെ ഞാൻ എൻ്റെ ഇന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വളരെ അന്വർത്ഥമായ ഒരു വിഷയമാണിത്. കാരണം ഇത് ഭാഷയുടെ മണ്ണാണ്. ഈ ബേക്കർ കുടുംബം മൊത്തം ഭാഷയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിറകുടങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നെക്കാളും സീനിയർ ബേക്കർ, ഇത് ജൂനിയർ ബേക്കറിൻ്റെ അച്ഛനാണ്. ഫോട്ടോയിൽ കാണുന്ന ജൂനിയർ. ഇവിടെ ഇന്ന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചത് മകനാണ്. വേറൊരു മകനുമുണ്ട്. ഈ 3 പേരും ഇവിടെ ജനിച്ചവരാണ്. ഇവിടെ 2 പേരും ഇവിടെ ജനിച്ചതാണ്. പക്ഷേ സീനിയർ ഡോക്ടർ ഇവിടെ ജനിച്ചതല്ല. വാസ്തവത്തിൽ ഇവർക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ മരിക്കേണ്ട യാതൊരു കാര്യവുമില്ലാതെ, പക്ഷേ അവരുടെ ജീവിത വീക്ഷണം മറ്റൊന്നായതുകൊണ്ടാണ് ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിൻ്റെ നെടുന്തൂണുകളായി മാറിയവരാണ് അവർ. 1817 CMS കോളേജ് സ്ഥാപിച്ചത് വിചാരിക്കണം. ആദ്യത്തെ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആംഗ്ലിസൈസ്ഡ് അല്ലെങ്കിൽ മോഡേണൈസ്ഡ് കോളേജായിരുന്നു CMS കോളേജ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ സീനിയർ ഹെൻറി ബേക്കറിൻ്റെ ഭാര്യ അമേലിയ ബേക്കർ, അവരും ഒട്ടും പുറകോട്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കർമ്മ പദ്ധതികൾ നമ്മൾ സംസ്കാരത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകിയിട്ടുള്ളത് അപാരമായ ചില പ്രത്യേകതകളാണ്. സ്കൂൾ സ്ഥാപിക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നിവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് ജാതി ഏത് മതം എന്ന് നോക്കാതെ വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ ഉന്നതങ്ങളിലെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ജീവിതോദ്ദേശം. ഈ മണ്ണിൽ അവർ ഇന്ത്യക്കാരല്ല എന്ന് വിചാരിക്കണം. ഈ മണ്ണിൽ അവർ കെട്ടടങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്, ഈ മണ്ണിൽ വിലയിക്കാനാണ് അവർ തീരുമാനിച്ചതെന്ന് ഓർക്കുന്നവർ. നമുക്കത് പറ്റില്ല. നമ്മൾ വേറൊരു മണ്ണിൽ പോയി ഇങ്ങനെ നമ്മൾ വേറൊരു മണ്ണിൽ പോയി ജോലി ചെയ്യും. പക്ഷേ അവിടെ പോയി ആ മണ്ണിൽ വിലയിക്കാൻ നമ്മൾ തയ്യാറാകുമോ? സംശയമാണ്. പക്ഷേ ഇങ്ങനെ മഹാന്മാർ
വെട്ടിത്തെളിച്ച് വഴിയിലാണിത്. ഇതൊരു കാനനപാതയായിരുന്നു എന്നുള്ളത് അറിയാം. അതിമനോഹരമായ ഇലവേഴ പൂഞ്ചിറ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ മനോഹരമായ ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു 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 സരസ്വതി ക്ഷേത്രം തന്നെ നിർമ്മിക്കുവാൻ ഇതിന് തോന്നിയ മാനേജ്മെൻറ്റിനോട് പ്രത്യേകം എൻ്റെ ആദരവുകൾ അർപ്പിക്കുന്നു. അതിന് താമസിയാതെ ഞാൻ എൻ്റെ ഈ വിഷയം എടുക്കാമെന്ന് വെച്ചാൽ ഇത് മലയാള ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മലയാള ഭാഷ ഇവരുടേത് കൂടിയാണ്, ബേക്കർ കുടുംബത്തിൻ്റേത് കൂടിയാണ്. അതിലേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആധുനിക മലയാളത്തിൻ്റെ നിർമ്മിതിയുടെ പുറകിൽ ബേക്കർ കുടുംബത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. 2 പ്രാവശ്യം പ്രിൻസിപ്പൽ സാർ എനിക്ക് വാണിംഗ് നൽകി നീട്ടരുതെന്ന്. എന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. അനുഗ്രഹ പ്രഭാഷണം എന്നുള്ളതാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്, ഞാൻ ഒന്നും പറയാതെ ഡോക്ടർ യദുരവന് എൻ്റെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം നന്ദിയോടെ ഓർക്കട്ടെ. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഈ കലാലയത്തിന് പ്രത്യേകിച്ച് അധ്യാപകരായി നേതൃത്വം നൽകിയ ബീന പോളും ഡോണ എന്നീ അധ്യാപകരുടെ സേവനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അവരെപ്പറ്റി ഓർക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ ഡോക്ടർ ഗിരീഷ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ സ്വന്തം കുഞ്ഞുങ്ങളായി കണക്കാക്കിയ അധ്യാപകരായിരുന്നു അവർ. രണ്ടാമതായിട്ട് ഞാൻ കണ്ടത്, അവർ തന്നെ വളരുന്ന ഒരു മാതൃക കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഡോണ ഇവിടെ, ഡോക്ടർ ബീന ഇവിടെ വന്നപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. ഇല്ല ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അധ്യാപന കാലത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു. ഞാൻ 10-12 വർഷം പ്രവർത്തിച്ചപ്പോൾ എല്ലാ അധ്യാപകരും പറയാം, യു ഹാവ് ടു അപ്ഡേറ്റ് യുവേഴ്സെൽഫ്. എൻ്റെ അച്ഛന്മാരോട് ഞാൻ പറയുമായിരുന്നു, സോഷ്യലി റെലവൻറ്റ്, പ്രൊഫഷണലി കോമ്പിറ്റൻറ്റ് ആൻഡ് സ്പിരിച്വലി അലൈവ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഡോണായും അപ്രകാരം ഔദ്യോഗികമായിട്ട് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപികയാണ് എനിക്കറിയാം. മൂന്നാമതായിട്ട് ഞാൻ കണ്ട ഒരു വളരെ മഹത്തായ കാര്യം, ദേ ആർ പ്രൗഡ് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ. ഒരു മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചിലപ്പോഴൊക്കെ വളരെ വേദന തോന്നിയിട്ടുണ്ട്. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒന്ന്, ഈ കോളേജിൽ അധ്യാപനം ചെയ്ത് ജീവിതത്തിൻ്റെ നല്ല മാർഗങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ ഹെൻറി ബേക്കർ കോളേജിലാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും പറയാൻ ലജ്ജിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഈ അധ്യാപകർ ഈ കോളേജിനെ പറ്റി അഭിമാനമുള്ളവരായിരുന്നു. അതെന്നും ഉണ്ടായിരിക്കണം, പിരിഞ്ഞാലും ഉണ്ടാവണം എന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമതായിട്ട്, ഒരു കുട്ടി ഈ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ പറഞ്ഞടാ, നീ എന്തിനാ ഈ കോളേജിലേക്ക് വേറെ നല്ല കോളേജിൽ പോകാൻ മേലെ? ഒരു അധ്യാപിക പറഞ്ഞാൽ ഇപ്രകാരമാണ് ഞാൻ കൊടുക്കുന്ന ഒരു പ്രതികരണം. എന്നാൽ ഈ 2 പേരും ഈ കോളേജിനെ പറ്റി അഭിമാനത്തോടു കൂടി പ്രവർത്തിച്ചു. നാം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നാം ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനമില്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. ഞാനൊരു ബിഷപ്പ് നിലയ്ക്ക് ഈ ഫയർ നോട്ട് അഹങ്കാരമില്ല, അഭിമാനമില്ല എങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആദരണീയനായ ഡാനിയൽ തിരുമേനി, നമ്മുടെ ഈ നല്ല പ്രോഗ്രാമിന് നല്ലൊരു പ്രഭാഷണം നടത്തിയ ഡോക്ടർ യദുരൻ കതിരവൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പൂർവ്വ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സന്തോഷമുണ്ട്. എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ 1983-85 ബാച്ചിൽ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് 41 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോയി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കോളേജുമായി വളരെ നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഒരു വർഷം ഏതാണ്ട് 12ഓളം പ്രോഗ്രാമുകളിലെങ്കിലും ഈ കോളേജിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. 81 മുതൽ 87 വരെയുള്ള ആദ്യകാല ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത, പൂർവ്വ അധ്യാപകർ ഉൾപ്പെടെ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വന്ന മുഴുവൻ ആൾക്കാരും പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടെ
ഞങ്ങളുടെ വീട്ടിലെ എന്ന പോലെ പഠിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ ഏക വിദ്യാലയം ഹെൻറി ബേക്കർ കോളേജ് ആണ് എന്ന് ഇവിടെ വന്ന 500 പേരും സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ആതിഥേയനായ തിരുമേനിയും ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും എല്ലാം കണ്ടതാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കോളേജുകൾ വളരെ ചുരുക്കമാണ്. ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ ദിവസവും വിവിധങ്ങളായ പ്രോഗ്രാമുകളുമായി കടന്നു ചെല്ലാറുണ്ട്. പക്ഷേ ഹെൻറി ബേക്കർ കോളേജിൽ വരുമ്പോൾ ഉള്ള ഒരു അനുഭവം, ഒരു പോസിറ്റീവ് എനർജി, അല്ലെ ആ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ, അല്ലെ പ്രിൻസിപ്പൾ നമ്മളെ സ്വീകരിക്കുന്ന കാണുമ്പോൾ, ഈ 3 ജില്ലയിലുള്ള വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഹെൻറി ബേക്കർ കോളേജിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകർ നമുക്കറിയാം, ഇന്ന് പലരും എത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തോടുള്ള സ്നേഹമാണ് അവരൊക്കെ ഇങ്ങനെയൊരു യാത്രയയപ്പ് സമ്മേളനത്തിൽ അല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പൂർവ്വ അധ്യാപകരെ മുഴുവൻ ആദരിച്ചിരുന്നു. ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഫോണിൽ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ പൂർവ്വ അധ്യാപകര് വരുവാൻ സാധിക്കുന്ന, ഏറ്റു നടക്കുവാൻ സാധിക്കുന്ന മുഴുവൻ അധ്യാപകരും ഇവിടെ വന്ന് ആ ഒരു പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുത്തു. ഇന്ന് നമുക്കറിയാം 10:30 തുടങ്ങിയ ഈ പരിപാടി ഇപ്പോൾ 1:10 ഇരുന്ന് ആരും ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന്, കസേരയിൽ നിന്ന് ഇതുവരെ ഏക്കാതെ മുഴുവൻ സമയം പങ്കെടുത്തവരാണ് നമ്മൾ ഇരിക്കുന്ന മുഴുവൻ പേരും. ഈ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ കോളേജിനെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് പിരിയുന്ന 2 അധ്യാപകര്, ഡോക്ടർ വീണ മിസ്സും അതുപോലെ തന്നെ ഡോക്ടർ ഡോണായും, ഇവർ 2 പേരും പിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങളുടെ കൂടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും കൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതിനായി നിങ്ങൾ സമയം കണ്ടെത്തണം. നമുക്ക് ഈ കോളേജിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സഹകരണം ഉണ്ടെങ്കിൽ സാധിക്കും. അതിന് നമ്മുടെ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ തിരുവേദിയുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് മുന്നേറാം. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വേറെ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഏതാണ്ട് 12ഓളം മീറ്റിങ്ങുകളിൽ ഈ കോളേജിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഞാൻ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നല്ല ഈ ഒരു കോളേജിന് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി എല്ലാവർക്കും കൂടെ ഈ കോളേജിനും പ്രിൻസിപ്പളിനും നമ്മുടെ മാനേജർ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നുള്ളത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതായ കാര്യമാണ്. ദൂരെയായിരുന്നതായ നമ്മുടെ മക്കളോ മാതാപിതാക്കളോ, മക്കൾ ഹോസ്റ്റലിൽ നിന്നും മാതാപിതാക്കൾ ജോലി സ്ഥലത്ത് നിന്നും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്നതായ കാര്യമാണ്. അവർ കുറേ നാളുകൾ ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ താമസിച്ച ശേഷം പോകാനൊരുങ്ങുമ്പോൾ, പോകാനായി പടിയിറങ്ങുന്നത് കാണുമ്പോൾ നമുക്കെല്ലാം വളരെയധികം സങ്കടവും വിഷമവും തോന്നും. അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രമാത്രം ശക്തമാണോ അത്രയധികമായിരിക്കും നമ്മുടെ മനസ്സിലെ വിഷമവും ഭാരവും ദുഃഖവുമെല്ലാം. അവരിപ്പോൾ പോകണ്ടായിരുന്നു, കുറച്ച് നാളുകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോൾ പോകണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞു പോകാമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ 30-ലേറെ വർഷം കോളേജിൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്ന അധ്യാപകരായിരുന്ന ഡോക്ടർ ബീന പോളും, എല്ലാവരും വിളിക്കുന്ന രീതിയിൽ ഡോക്ടർ ഡോണ മിസ്സും അല്ലെങ്കിൽ ഡോണ സെബാസ്റ്റ്യനും കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകാനൊരുങ്ങുമ്പോൾ വീട്ടിൽ വന്നതായ പ്രിയപ്പെട്ടവർ പോകാനായി തിരികെ അവരുടെ ജോലിസ്ഥലത്തോ ഭവനങ്ങളിലോ പോകാനായി ഒരുങ്ങുന്നതായ പടിയിറങ്ങുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നതായ വീട്ടുകാരുടെ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. വീട്ടിലുള്ളവരുടെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ഇത്രയും നാൾ കോളേജ് ക്യാമ്പസിലും സ്റ്റാഫ് റൂമിലും ക്ലാസ് മുറിയിലും കണ്ടതായ മുഖം, കണ്ടതായ പുഞ്ചിരി, കേട്ടതായ ശബ്ദം, ക്ലാസ് റൂമിൽ കേട്ടതായ അറിവിൻ്റെ ശബ്ദങ്ങൾ, ബന്ധങ്ങളുടെ സൗഹൃദത്തിൻ്റെ മൊഴികൾ, സ്നേഹവുമൊക്കെ അടുത്ത അധ്യയന വർഷം മുതൽ നഷ്ടപ്പെടുമെങ്കിലും അതെല്ലാം സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്, ഇരട്ടിയായി ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷവും ആഹ്ലാദവും തരുന്നതായ കാര്യമാണ്. നന്ദി പറയുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളും വന്നിട്ടുണ്ട്. ജിജി സാറ്, മാത്യു സാറ്, കുട്ടികൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട ഉപകാരങ്ങളായിരുന്നു നിങ്ങളുടെ ഭാര്യമാർ, അവരുടെ ശുശ്രൂഷകൾ. നിങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ സേവനകാലത്ത് വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു 96-97 വർഷങ്ങൾ. കാരണം BA ഹിസ്റ്ററി ക്ലാസ് തുടങ്ങി,
അത് ഒരു ശരിക്കും ഒന്ന് ഷേപ്പിലാകാൻ കുറേ സമയമെടുക്കും. അപ്പോഴാണ് ഈ രണ്ട് സുന്ദരികൾ ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വന്നു. അവർ രണ്ടുപേരും ആ രണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയതായിട്ടുള്ള അതിശ്രേഷ്ഠമായ സേവനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അത് പ്രത്യേകിച്ചും ഒരു സൗഭാഗ്യമായിരുന്നു എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമതല ഉണ്ടായിരിക്കുക, അവിടെ ശരിക്കും ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു. ഇത് കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചു ബിനാമസിൻ്റെ സെൻറ്റ് ഓഫ് കുട്ടികളെന്ന് കീഴ്പ്പെടും. അതുപോലെ തന്നെ ഡോണാമസിനോട് ഒരിക്കലും എനിക്ക് ക്ലാസ്സിൽ പോയി ടീച്ചറെ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. സ്വന്തം കർത്തവ്യം അത് തിരിച്ചറിഞ്ഞ് വളരെ ആത്മാർത്ഥതയോടെ ഫുൾഫിൽ ചെയ്ത ഒരു ടീച്ചറാണ്. ഒരു തട്ടാൻ്റെ മനസ്സിലുണ്ടായ ഇന്നോവേറ്റീവ്, ഒരു ന്യൂനെസ്, ഒരു പുതിയ ചിന്ത ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതിൻ്റെ വിവരണങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, 1440 ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന തട്ടാൻ. സ്വർണവും അല്ലെങ്കിൽ ആഭരണങ്ങളും ധാരാളം ഉണ്ടാക്കി ജീവിച്ച മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് വളയും കമ്മലും ഒരുപക്ഷെ മാലയും എല്ലാം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ജർമ്മൻ ലെറ്റർ എനിക്ക് ഈ അച്ചിൽ ഉണ്ടാക്കിക്കൂടാ എന്ന ഒരു പുതിയ ചിന്തയാണ് അച്ചടി അല്ലെങ്കിൽ മൂൾ ടൈപ്പ് അച്ചടി യന്ത്രം ഈ ലോകത്തിൽ ഉണ്ടാകാൻ കാരണമായതെന്ന് നാം അറിയുന്നു. അതിൻ്റെ ഫലമായി അക്ഷരങ്ങളിലൂടെ ആദ്യമായി പ്രിന്റിംഗ് ടെക്നോളജിയുടെ വേദപുസ്തകം കയ്യിലെത്തിയ നാളുകളിൽ യൂറോപ്പിലെ വിവിധയിടങ്ങളിലേക്ക് വേദപുസ്തക അതാത് ഭാഷകളിൽ വ്യാപിക്കുകയും ലോകത്തെ മുഴുവൻ സൗഖ്യദായകമായ വിജ്ഞാനത്തിൻ്റെതായ അതിലുപരി സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഒരുമിപ്പിക്കണമെന്ന ദൗത്യം ഏറ്റെടുത്ത ആ ജനതയാണ് മിഷണർമാർ. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ നാം തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിനത് മാറ്റിവെച്ച കാർഷിക വിപ്ലവവും വ്യവസായ വിപ്ലവവുമെല്ലാം അതിൻ്റെ മാറ്റങ്ങളുടെ അനന്തരാവകാശികളായി നാം ഓരോരുത്തരും മാറിയിരിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ ഇന്നും പഠിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അതിലുപരിയായി ഈ ലോകത്തെ സ്വാധീനിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. Associate Professor and Head of the Department of English, we reflect with deep appreciation on her remarkable 32 years of dedicated service. Over the course of her distinguished career, she has illuminated the academic journeys of generations of students, truly reflecting the spirit of the institution's motto, from darkness into marvelous light. At this juncture, it is fitting to briefly recall Ms. Donna Sebastian's personal background and academic accomplishments. She hails from the esteemed Mukundangeril family and is a daughter of late Professor M.M. Sebastian, an eminent professor of zoology at SB College Changanasheri, and Mrs. Cicely Sebastian. Her early education was at Cloney Convent School Changanasheri, Carmel Higher Secondary School Trivandrum, and Christu Jyoti Higher Secondary School Changanasheri. She completed her bachelor's degree in English from Assumption College Changanasheri and her master's degree from SB College Changanasheri, securing the 5th rank in the university examinations and emerging as a university topper in the history of English language. She later obtained her B.Ed from NSS Training College, Changanasheri. She is married to the respected Whitettle family. Her husband, Mr. P.G. Matthew, served as a labor officer at Malangara Estate. Her daughter, Miss Diya Matthew, is an assistant professor at Nirmala College, Muatura, and is married to Mr. Thompson Sunny, an electrical engineer at Carbonatum Limited. Colleagues, dear students and all gathered here today, we are assembled on this meaningful occasion to honor and bid farewell, though with immense gratitude, to a teacher whose life has been a lesson in dedication, discipline and dignity. Today, on the occasion of the retirement function of Dr. Beena Paul, we pause not to mark an end, but to honor the completion of a luminous and inspiring chapter in the academic life of the Henry Baker College, Melgaon. Her academic journey began with distinctions and promise.
She secured the third group highest mark in the Idukki district during pre-degree studies, an early indicator of the scholarly heights she was destined to reach. Her academic excellence continued with a first rank in BA History from Newman College. This achievement was not merely a rank, but the foundation of a lifelong commitment to historical inquiry. She went on to pursue her MA in History at the University of Calicut, securing the 4th rank, and later completed her MPhil with an A grade, demonstrating both intellectual depth and methodological precision. Guided by the eminent historian Dr. K.K.N. Kurup, former VC of the University of Calicut, Dr. Beena Paul undertook significant research ventures, including the prestigious Kudali Grandavari Research Project and a UGC Major Research Project, contributing meaningfully to the enrichment of historical scholarship. On 3rd June 1996, Dr. Beena Paul joined Henry Becker College, Melagaon as an assistant professor of history. What followed was not just a career, but a lifelong association built on commitment, loyalty, and service. Over nearly 3 decades, she grew alongside the institution, shaping generations of students, strengthening the academic culture of the college. Her scholarly journey reached a defining milestone in 2014 when she was awarded her PhD by Sri Shankaracharya University of Sanskrit, Kaladi, under the guidance of Professor Dr. M.T. Narayanan. Beyond the classroom, Dr. Beena Paul served both the college and university with exceptional integrity. Her role in safeguarding the sanctity of the evaluation system remains one of her most enduring contributions. Within the college, she served in several administrative capacities. As the director of the Youth Red Cross Unit, she instilled compassion and social responsibility among students. She also played a crucial role in initiating academic collaborations and MOUs with the neighboring institutions and fostering a spirit of cooperation and shared intellectual growth. The Alumni Association of the Department of History stands as the only actively functioning departmental alumni organization, and this itself is a remarkable achievement that reflects the great effort and commitment of Dr. Beena Paul. In 2019, she was recognized as a research guide at Assumption College, Changanasheri, and in 2023, she brought her guideship to Henry Becker College, Melagaon, where she now mentors 2 research scholars, guiding them with scholarly insights. Behind this remarkable academic life stands a family that has been her strongest support system. Dr. Beena Paul is blessed with a loving husband, Mr. Gigi George, a retired principal, whose encouragement and understanding have been her constant strength. Together, they have raised 3 accomplished daughters, Maria, Teresa, and Elsa, who reflects the values of excellence, humility, and grace that define their parents. As Associate Professor and Head of the PG and Research Department of History, Dr. Beena Paul has embodied the true spirit of a teacher, firm yet compassionate, scholarly yet humane. She has taught us that education is not merely the transmission of knowledge, but the shaping of character. Today, as we step into a well-earned retirement, we express our deepest gratitude for her 30 years of devoted service, her unwavering integrity, and her immeasurable contribution to Henry Becker College. എൻ്റെ സംസാരം അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതിലുപരി ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് തന്നെ കുറേ സമയമായി, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നെനിക്കും അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ് ഈ ക്യാമ്പസ്. പ്രിയപ്പെട്ട ബീനാ മിസ്സും ഡോണ മിസ്സും ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിവിടെ ഈ കോളേജിലെ ഹിസ്റ്ററി ബാച്ചിലെ ഫസ്റ്റ് ബാച്ചിലെ
വിദ്യാർത്ഥിയായി 30 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടത് ഹിസ്റ്ററി അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലാണ്. ഈ കോളേജിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി വളരെ കൃത്യമായി റെഗുലറായി എല്ലാ ജനുവരി 26-നും ഞങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ അലുമിനി അസോസിയേഷനോടെ കൂടാറുണ്ട്. അത് വലിയ അഭിമാനബോധത്തോടുകൂടിയാണ് ഞങ്ങൾ എപ്പോഴും കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം ഈ കോളേജിലേക്ക് കടന്നു വന്ന പല ചടങ്ങുകളിലും അതിനേക്കാളൊക്കെ ഉപരി ഇന്നുണ്ടായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ പഠിച്ച ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകർ, ഒരുപാട് അധ്യാപകർ, ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം നടത്താനുള്ള ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 1998 ഡിഗ്രി പഠനം പൂർത്തിയാക്കി തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും LLB ബിരുദമെടുത്ത് ഈരാറ്റുപേട്ട, പാലാ, കോട്ടയം കോടതികളിൽ പ്രാക്ടീസ് ചെയ്ത് വരവേ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറായും നഗരസഭാ കൗൺസിലറായും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു നഗര ഭരണ സംവിധാനത്തിൻ്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ഭാരിച്ചമുള്ള ഒരു ഉത്തരവാദിത്തത്തിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ എളിയ സഹോദരൻ, നിങ്ങളുടെ വിദ്യാർത്ഥി, നിങ്ങളുടെ കൂടപ്പിറപ്പായി കണ്ടുകൊണ്ട് എനിക്കുണ്ടാവണമെന്നീ അവസരത്തിൽ താഴ്മയായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ റിട്ടയർ ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട ബീന മിസ്സിന്, ഡോണ മിസ്, ഞങ്ങൾ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഗംഭീരമായ ഒരു റിട്ടയർമെൻറ്റ് പ്രോഗ്രാം കഴിഞ്ഞ മാസം ഇവിടെ നൽകിയിരുന്നു. ഏതായാലും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. Esteemed guests, respected teachers, retired faculty, now